പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ ഏതാണ്ട് മെയ് മാസത്തോടു കൂടിയാണ് ഇലക്ഷൻ കഴിഞ്ഞ ഒരു പുതിയ ഗവൺമെന്റ് വരിക. മാർച്ച് 31-നകമാണ് ബജറ്റ് പാസ്സാക്കേണ്ടത്. ഈ രണ്ട് കാലയളവുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. അപ്പൊ എന്താ വാസ്തവത്തിൽ സർക്കാർ ചെയ്യേണ്ടത്? ഒരു ഇടക്കാല ബജറ്റ് കൊണ്ടുവരിക. അതിനുശേഷം അടുത്ത 2 മാസത്തേക്കോ 4 മാസത്തേക്കോ സർക്കാരിന്റെ ചെലവുകൾ നടത്തത്തക്ക രീതിയിൽ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിച്ച് പാസ്സാക്കുക. അതിന് ധനവിനിയോഗ ബില്ലും അംഗീകരിക്കുക. അതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഏതാണ്ട് 1 വർഷത്തേക്കുള്ള ബജറ്റ് എന്ന നിലയിൽ 2-3 മണിക്കൂറൊക്കെ നിന്ന് പ്രസംഗിക്കുക നമ്മുടെ ധനകാര്യമന്ത്രി. ഇതിന്റെ പ്രസക്തി എന്താ? മെയ് മാസത്തോടുകൂടി ഒരു സർക്കാർ വരുമെന്നും അതുകൊണ്ട് തന്നെ ഈ ബജറ്റിന്റെ ആയുസ് വളരെ ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സർക്കാർ LDFന്റെ തന്നെയാണെന്ന് വെക്കുക. പിണറായി വിജയന് 3-ാം ഊഴം. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. പക്ഷെ അന്നേരവും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ തന്നെ ആയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു നിർബന്ധവുമില്ല. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് ജയിക്കണം. അദ്ദേഹത്തെ ധനമന്ത്രിയാക്കാൻ പിണറായി വിജയൻ തീരുമാനിക്കണം. പാർട്ടിയല്ല, പിണറായി വിജയൻ തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം വീണ്ടും ധനകാര്യമന്ത്രിയാവുന്നുള്ളൂ.